അറിയുമെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. നിങ്ങൾക്കല്ല കേട്ടോ, തിരുവനന്തപുരത്തെ ചില ആൾക്കാർക്കാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് 1949 കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ഈ രാജവാഴ്ച എന്ന് പറയുന്ന രാജഭരണം നിർത്തലാക്കിയായിരുന്നു. അതിനുശേഷം വന്ന ഒരു ഭരണരീതിയെ പറയുന്ന പേര് ജനാധിപത്യ ഭരണരീതി എന്നാണ്. അതിന് പ്രത്യേക പുസ്തകമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് ഒരു നിയമസഭ, രാജ്യസഭ, അങ്ങനെ പല രീതികളൊക്കെ ഉണ്ട്. ഭരണത്തിന് തന്നെ പല രീതികളൊക്കെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴും നമ്മുടെ ഇന്ത്യയില് രാജഭരണം തന്നെയാണ്. രാജഭരണം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മഹത്തായ സംഭവമായിരിക്കും. രാജാവിന്റെ പണ്ടത്തെ തേരിലൊക്കെ രാജാവ് ഇങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞാല് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആളുകൾ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പൂക്കളൊക്കെ ഇങ്ങനെ വിതറും. അങ്ങനെ പൂക്കളൊക്കെ വിതർന്ന് കാണുമ്പോൾ ഈ രാജാവിന്റെ രാജ്ഞിക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. അത് അമ്മ തമ്പുരാട്ടി ആയാലും ഇപ്പൊ അമ്മ തമ്പുരാട്ടിയുടെ കൊച്ചുമോൻ തമ്പുരാനായാലും അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ഇങ്ങനെ ഒക്കെ വിചാരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ എന്തോ ഒരു തരം ഈ വഴിയരികിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി കാണാനും വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നായിരുന്നു. അതും രഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാറില് ഇങ്ങനെ കയറി നിന്നിട്ട് ഒരു വലിയ പല്ലക്ക് പോലൊക്കെ ആക്കി വെച്ചിട്ട് മാലകളൊക്കെ അണിഞ്ഞ് ഈ നമ്മുടെ ഈ ആനയുടെ പുറത്ത് ഒരു തരം കുട ഉണ്ടാവില്ലേ, ആ ഒരു കുടക്ക് ഇങ്ങനെ നിവൃത്തി വെച്ചിട്ട് രാജാവ് രാജ്ഞി തിരുവനന്തപുരത്ത് നടക്കുമ്പോഴോ അതിനെ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് കുറെ പരിവാരങ്ങൾ ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊരു കാര്യത്തിൽ പറഞ്ഞതിൽ സനീഷ് ഷെലയുടെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ആചാരം പോലെ എല്ലാ മാസത്തിലും നടത്തുകയാണെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ രാജാവ്. നോക്കൂ, എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള ഒരു ജനാധിപത്യ ബോധത്തിലേക്കും ഈ ആളുകൾ മാറുന്നില്ലല്ലോ. ഇനി ഇത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം പ്രശ്നമാണോ? എനിക്ക് മനസ്സിലാകത്തുന്ന ചോദിച്ചാണ് കേട്ടോ. എന്റെ നാട്ടിലൊന്നും കാണാനില്ല. എന്റെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ രാജാവാന്നൊക്കെ പറഞ്ഞു, ഞാൻ മലപ്പുറത്തുകാരനാണേ, എന്റെ നാട്ടിൽ അങ്ങനെ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് ആട്ടി പുറത്താക്കും. നല്ല തെറി കിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ കോൺഗ്രസിലൊക്കെ പ്രസിഡന്റ് മറ്റേ ആൾക്കാരൊക്കെ വിളിക്കുന്ന, സെക്രട്ടറി ഒക്കെ വിളിക്കുന്ന പോലെ ചില സംഗതികളൊക്കെ ചുമ്മാ നമ്മളെ നാട്ടിലൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകും. അത് കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക. അതല്ലാതെ ഈ രാജാവ് രാജ്ഞി എന്നൊക്കെ സംഗതികളൊക്കെ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന ഒരു പ്രത്യേക സംഭവം തോന്നുന്നുണ്ട്. അവിടെ മാത്രമാണ് ഇതിനൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കാനും അതിന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനൊക്കെ ചില ആൾക്കാരുള്ളത്. എനിക്ക് രണ്ടാമത്തെ സംശയം, മിക്കവാറും ഇതിന്റെ പുറകെ സംഘപരിവാറായിരിക്കും. അവർക്കാണ് ഈ രാജാവിനൊക്കെ ഭയങ്കര ബഹുമാനമുള്ളത്. രാജഭരണം പോയി എന്നോ, ഈ രാജഭരണം പോയിട്ട് ഇവർക്ക് ഒരു ടിറ്റുലർ പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഈ ടിറ്റുലർ പൊസിഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ ഞാനാണ് രക്ഷിതാവ് എന്ന് വിചാരിക്കുക. ഞാൻ ഭയങ്കര ബോസായിട്ട് ഇങ്ങനെ ചമ്മഞ്ഞ് നടക്കുന്നു. എന്റെ വിചാരം ഞാൻ നല്ല ബോസാണെന്ന്. പക്ഷെ എന്റെ വീട്ടുകാർക്ക് 5 പൈസക്ക് വില ഉണ്ടാവില്ല. ഈ ഒരു പൊസിഷൻ മാത്രമാണ് ഇപ്പോ ആ ഒരു കൊട്ടാരത്തിൽ എന്ന് പറയുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ആ ആളുകൾക്കുള്ളൂ. അതിന് ടിറ്റുലർ പൊസിഷൻ എന്ന് പറഞ്ഞു വയ്ക്കുക. ആ ഒരു പൊസിഷൻ മാത്രമുള്ള ഈ ആളുകളെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കുന്ന കാണുന്ന സമയത്ത് ഈ ആളുകളൊക്കെ വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? ജനാധിപത്യ രീതിയിൽ രാജാവിനാണോ, ഇനി വേറൊരു രീതിയിൽ രാജാവിനാണോ? ഈ രാജാവാണോ മാസം ഇവർക്ക് കിട്ടുന്ന റേഷൻ സംഗതികളെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കുന്നത്? ഒരു പിടുത്തമില്ല കേട്ടോ. എന്തൊക്കെയായാലും ഭയങ്കര ഗംഭീര ഒരു കോമാളിത്തം കണ്ടു എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ തരുന്നു കേട്ടോ. ചോദ്യം മറക്കണ്ട, ഇത് തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന ചില കലാപരിപാടികൾ, കോമാളി പരിപാടികളാണോ എന്ന് അറിയാണ്ട് ചോദിച്ചാൽ എന്റെ നാട്ടിലൊന്നും ഇത്തരത്തില് പരിപാടികളൊന്നും കാണാനില്ല. ബൈ.